അസ്സലാമലൈക്കും. ഞാനിന്ന് വന്നിരിക്കുന്ന പുതിയൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഞങ്ങൾക്ക് ആദ്യമായിട്ടൊരു കുറച്ച് തേന് കിട്ടിയതിൻ്റെതാണ്. എൻ്റെ ഉമ്മ ജീവിച്ചിരിക്കുമ്പോൾ 2.5 വർഷങ്ങൾക്ക് മുന്നേ മേടിച്ചൊരു വിറകാണ്. അപ്പോൾ 1.5 വർഷമായി ഉമ്മ മരിച്ചിട്ട്. അപ്പോൾ ഞാൻ ആ ഓർമ്മക്കായിട്ട് കുറച്ച് വിറകുകളവിടെ സൂക്ഷിച്ചിരുന്നു. അതിൽ കുറച്ച് തേനീച്ച വന്ന് കൂട് കൂട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളത് എടുക്കാൻ വേണ്ടി നോക്കി നോക്കുമ്പോൾ തേനീച്ചനെ കണ്ടപ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പുകച്ചതാണത്. തീയല്ല, പുകയ്ക്കണം കേട്ടോ, ടോർച്ച് അടിച്ചിരിക്കണം മാത്രം. അങ്ങനെ ആ എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണം ഞങ്ങൾക്ക്. പിന്നെ അപ്പോൾ ആദ്യമായിട്ടുള്ളൊരു വീഡിയോ ആണ് ഈ തേനീച്ചൻ്റേത്. ഞങ്ങൾക്ക് ഇതിനെ റാണി ഇതൊന്നും അറിയില്ല. സ്വാദുമാണ് അതാ തേനീനെ എടുത്തിട്ട് കഴിച്ച് നോക്കണത്. അപ്പോൾ ആദ്യം ഞങ്ങൾ എടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ ഇത്ര അധികം ഉണ്ടാവുമെന്നൊന്നും വിചാരിച്ചിട്ടല്ല. അപ്പോൾ നോക്കുമ്പോഴാണ് തോന്നുന്നുണ്ടെന്ന് വിറക് എടുക്കാൻ നോക്കുമ്പോൾ വിറക് പൊന്തുന്നില്ല. അത്ര അധികം തേനീച്ച ഉണ്ടായിരുന്നു അതിൽ. അങ്ങനെ പിന്നെ ഞാൻ സക്കീർ ഖാനെ മക്കളെ കൊണ്ട് വിളിപ്പിച്ച് അങ്ങനെ സക്കീർ ഖാൻ വന്നിട്ട് ഇത് അരിഞ്ഞെടുക്കണ്. അപ്പോൾ ഓരോന്നായിട്ട് അരിഞ്ഞെടുക്കണം. കുറേ വിറകുകൾ ഉണ്ടായിരുന്നു, അമ്മലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിനെ റാണിയുണ്ട്, റാണീനെ മാറ്റിയിടണോ എന്നൊക്കെ ഓരോരുത്തരുടെ വീഡിയോയിൽ പറയണേ ഞാൻ കേട്ടിരിക്കണ്. പക്ഷെ അത് റാണീനെ പറ്റിയിട്ട് അതിൽ നിന്ന് എങ്ങനെയാണ് മാറ്റിയെന്നോ ഒന്നും ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾ ആദ്യമായിട്ടല്ലേ. അപ്പോൾ അത് കാരണം ഞങ്ങൾക്ക് റാണീനൊന്നും കിട്ടിയില്ല. അപ്പോൾ കുറച്ച് ഈച്ചകളൊക്കെ ഞങ്ങൾ തീർത്തതിന് ശേഷം കുറച്ച് മുട്ടയും അതിൻ്റെ പൂമ്പൊടിയും ഇതെല്ലാം കൂടിയിട്ടുള്ള കുറച്ച് ഇതുണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങളവിടെ വെച്ച് കൊടുത്ത്. പക്ഷെ അപ്പോൾ കുറേ തേനീച്ച വന്ന് നിന്നായിരുന്നു. പിന്നെ അത് കുട്ടികൾ വന്ന് കല്ലൊക്കെ എടുത്ത് എറിഞ്ഞപ്പോൾ എല്ലാ തേനും പോയി, തേനീച്ചയും പറന്ന് പോയി. അപ്പോൾ പിന്നെ ആ കൂട് മാത്രം ബാക്കിയായി. അപ്പോൾ ഞങ്ങൾക്ക് അതിനെ പറ്റിയിട്ട് അറിയാത്ത കാരണമാണ് അതങ്ങനെ ആയത്, എന്താണെന്നറിയില്ല. അപ്പോൾ അത് കണ്ടില്ല, അങ്ങനത്തെ ഇതായി ചെമ്പട്ടിയിൽ കാണുന്ന സാധനമാണ് ഞങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത്. കുഞ്ഞുങ്ങളൊക്കെ ഉള്ള മുട്ടയും കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതാണ്. പിന്നെ അതെടുത്ത് നമുക്കിത് തേനാക്കിയതിന് ശേഷം ഇത് എല്ലാം മുഴുവൻ എടുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അത് പിഴിഞ്ഞെടുത്ത് തേനാക്കിയത് ഇതാണ് കേട്ടോ. അത് എടുത്തിട്ട് തേനാക്കി കഴിഞ്ഞതാണിത്. എന്നിട്ട് ഞങ്ങൾക്ക് 1.25 കിലോനോളം തേന് കിട്ടി. അതാണിത് കാണാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.